അല്ലേ? അപ്പോൾ ആ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ഈ ബാറ്ററിയിൽ ഈശ്വരിലുള്ള എല്ലാ കറണ്ടും നമ്മളിലേക്ക് നിറയും. അപ്പോൾ ആ നിറയാൻ നമുക്ക് ആ കറണ്ട് തരുന്നത് കൊണ്ടാണ് ചാർജ് ചെയ്യാനുള്ള ശക്തി നമുക്ക് ആ പവർ ഹൗസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന രാജയോഗ ധ്യാനത്തിലൂടെ നമ്മൾ ഈ ബാറ്ററി ചാർജ് ചെയ്ത് നമുക്ക് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായിട്ട് മാറാം, സ്വരാജ്യാധികാരിയാക്കാം. നമ്മുടെ രാജ്യം ഏതാ? ഈ രാജാവിൻ്റെ രാജ്യമാണേത്? ഈ ശരീരം. അപ്പം ഇവിടുത്തെ രാജാവായിട്ട് എനിക്ക് മാറുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ണുകൊണ്ട് കാണേണ്ടതേ പിന്നെ കാണൂ, നാവ് കൊണ്ട് പറയേണ്ടതേ പറയൂ, മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടതേ ചിന്തിക്കൂ, കഴിക്കേണ്ടതേ കഴിക്കൂ, കുടിക്കേണ്ടതേ കുടിക്കൂ. കഴിക്കാൻ പാടില്ലാത്തതിലേക്ക് കുടിക്കാൻ പാടില്ലാത്തതിലേക്ക് പോവില്ല, നമ്മുടെ കൈ കാല് പോവില്ല. എത്ര പേര് നമ്മളെ പിടിച്ചു വലിച്ചാലും നമ്മുടെ കൈ വേണ്ടാത്തതിലേക്ക് ഒരു ഇന്ദ്രിയവും പോവില്ല. എവിടെ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇവിടെ. കാരണം ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ രാജാവെങ്കിൽ, പക്ഷെ ഇവിടെ ഞാൻ അടിമയാണെങ്കിൽ വേണ്ടാത്തതിലേക്കൊക്കെ പോവും. ആര് പിടിച്ചു വലിക്കുന്നോ അങ്ങോട്ട് പോവും. കണ്ണ് വലിച്ച് അങ്ങോട്ട് പോവും, കാത് വലിച്ച് അങ്ങോട്ട് പോവും, മനുഷ്യർ പിടിച്ചു വലിച്ച് അങ്ങോട്ട് പോവും, സാധനങ്ങൾ പിടിച്ചു വലിച്ച് അങ്ങോട്ട് പോവും, പൈസ പിടിച്ചു വലിച്ച് അങ്ങോട്ട് പോവും, സൗന്ദര്യം പിടിച്ചു വലിച്ച് അങ്ങോട്ട് പോവും. എല്ലാ ഇന്ദ്രിയ സുഖങ്ങളുടെയും പിന്നാലെ നമ്മൾ പായുന്നതിൻ്റെ കാരണം എന്താ കാര്യം? ഡ്രൈവർ ഈ യജമാനന് ശക്തിയില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് രാജയോഗ ധ്യാനത്തിലൂടെ നമുക്ക് സർവശക്തിവാൻ പരമാത്മാവിൽ എത്ര ശക്തിയുണ്ടോ, ഭഗവാൻ അല്ലേ, അറിവിൻ്റെ കടൽ, സ്നേഹക്കടൽ, ശാന്തിയുടെ കടൽ, സുഖത്തിൻ്റെ കടൽ, സർവശക്തികളുടെ കടൽ, ആനന്ദക്കടൽ, എല്ലാ ഗുണങ്ങളുടെയും ശക്തികളുടെയും കടലാണ് ഭഗവാൻ. ആ കടലോളം ഭഗവാനിലുണ്ട്. ആ കടലിൻ്റെ മക്കളാണ് ആര്? നമ്മൾ. പക്ഷെ ഇപ്പം മക്കളായ നമ്മുടെ അവസ്ഥ എന്താ? കടലോളമുള്ള അച്ഛൻ്റെ മക്കളാ. അച്ഛൻ കടൽ പോലെയാണ്, സ്നേഹത്തിലും അറിവിലുമെല്ലാം സന്തോഷത്തിലും. പക്ഷെ മക്കളൊക്കെ ആരായി? അല്ലേ? ഇപ്പം യാചകരായി. നമ്മൾ ശാന്തിക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി അച്ഛൻ കടൽ. അതുകൊണ്ട് രാജയോഗ ധ്യാനത്തിൽ നമ്മൾ ചെയ്യണത് നമുക്ക് കടലോളമുള്ള ആളുമായിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നിറയ്ക്കാൻ പറ്റും. അത് അച്ഛൻ കടലാണ്. പക്ഷെ നമ്മൾ മക്കൾക്ക് അവരവരുടെ ഉള്ളിലെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് എടുക്കാനുള്ള ഒരു സമയമാണിത്. എടുത്ത് ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാറ്ററിക്ക് ഫുൾ ഡേ വെളിച്ചത്തിലിരിക്കാനും വെളിച്ചം കൊടുക്കാനും കഴിയുകയുള്ളൂ. കാരണം ഈ ബൾബിൽ വെളിച്ചം വേണം. എനിക്ക് വെളിച്ചത്തിലിരിക്കണം, എനിക്ക് സുഖമായിരിക്കണം, സുഖം കൊടുക്കണം. അപ്പം സുഖത്തിൻ്റെ സാഗരനായ പരമാത്മാവിൽ നിന്ന് എടുത്താലേ എനിക്ക് സുഖം കൊടുക്കാനും കഴിയുള്ളൂ, എനിക്ക് സുഖമായി ഇരിക്കാൻ. എനിക്ക് അവർ വന്ന് സുഖം തരും, ഇവർ വന്ന് സുഖം തരും, മറ്റവർ വന്ന് സുഖം തരും, എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഈ ലോകത്തിൽ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യാത്ത? മനുഷ്യരെയും ടെസ്റ്റ് ചെയ്ത് നോക്കി ആരൊക്കെ തരും? സാധനങ്ങൾ, പൈസ കൂട്ടി വെച്ച് നോക്കി, വലിയ വീട് വെച്ച് നോക്കി, വലിയ കാറ് വാങ്ങിച്ച് നോക്കി. എന്താ മനുഷ്യൻ നോക്കാത്ത സുഖത്തിന് വേണ്ടി? എന്താ ചെയ്തു കൂട്ടാത്ത? എവിടേക്കാ പോയി ടെസ്റ്റ് ചെയ്യാത്ത? എല്ലാ ഓട്ടം എന്തിനാ ഓടണേ? സുഖത്തിന്, സന്തോഷത്തിന്. എല്ലാം പോയി നോക്കിയിട്ടും അല്ലേ മനുഷ്യന് ശരീരത്തിൽ നിന്ന് സുഖം കിട്ടാൻ, പൈസയുടെ സുഖത്തിന്, സാധന സുഖം എല്ലാം തിന്ന് എടുത്തിട്ടും പിന്നെ എന്താണ്? എല്ലാം ഉണ്ടായിട്ടും സന്തോഷമല്ലേ? വീടിൻ്റെ പൈസയ്ക്ക് പൈസയുണ്ട്, ജോലിക്ക് ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെയും ഏതെങ്കിലും ഒരു കാരണത്താൽ ഉള്ളു പൊള്ളയാണ്. അതിൻ്റെ കാരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ. കാരണം നമുക്ക് ഇതൊന്നും അല്ല വേണ്ട. ഇതിലൂടെയുള്ള സുഖവും ഒക്കെ ഇത്തിരി സമയത്തേക്കേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഏതാണ്? സദാകാലത്തെ ആ സാധനം കിട്ടുന്നത് വരയ്ക്കും എന്താകും? ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, കസ്തൂരിമാനെ പോലെ നമ്മൾ ഓടുകയാണ്, തേടുകയാണ്. അപ്പം എപ്പോൾ കിട്ടുന്നു ആ നിറവുള്ള ആളുമായി കണ്ടുമുട്ടിയാലേ നമുക്ക് നിറഞ്ഞിരിക്കാൻ പറ്റും. അപ്പം ആ നിറഞ്ഞ ആള്, സദാ നിറഞ്ഞിരിക്കുന്ന ആളാണ് സദാശിവൻ. ആ സദാശിവൻ, ആ പരമജ്യോതി സ്വരൂപനെ ഓർമ്മിക്കാൻ, ഭഗവാൻ ജ്യോതിയാണെന്നും ആ ജ്യോതി സ്വരൂപൻ ആത്മജ്യോതിയായ എൻ്റെ ആത്മനാഥനാണ്, എൻ്റെ അച്ഛനും അമ്മയുമാണ്. ആ ഓർമ്മിപ്പിക്കാനാണ് ശിവലിംഗ രൂപത്തിൽ നമ്മൾ ആരാധിച്ചിരുന്നത് ജ്യോതി സ്വരൂപനെയാണ്. പരമാത്മാവിൻ്റെ ആദ്യത്തെ ഓർമ്മ ചിഹ്നമായിരുന്നു
ശിവലിംഗ രൂപത്തിലെ ആരാധന. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ ആദ്യം ഏകദൈവ ആരാധന, ശിവക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 12 ജ്യോതിർലിംഗങ്ങൾ, 12 ജ്യോതിർലിംഗ ക്ഷേത്രം ഭാരതത്തിൽ സുപ്രസിദ്ധമാണ്. അതായിരുന്നു നമ്മുടെ ഭാരതത്തിലെ ഏകദൈവ ആരാധന ആരംഭിച്ചത് ശിവക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തോടു കൂടിയിട്ടാണ്. അപ്പം അത് ആദ്യത്തെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് വിക്രമാദിത്യ രാജാവ് സോമനാഥ ക്ഷേത്രമാണ് ഉണ്ടാക്കിയതെന്ന് പറയും. അപ്പോൾ സോമനാഥ ക്ഷേത്രം ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെ പറയുന്ന ചരിത്രം, ഒരു ദിവസം രാജാവിന് ഈശ്വരൻ്റെ ജ്യോതി രൂപത്തിൻ്റെ ദർശനമുണ്ടായി. അപ്പോൾ എത്ര സമയം ആ ജ്യോതിയെ കാണാൻ കഴിഞ്ഞോ ആ ഫീലിങ്ങിൽ അദ്ദേഹത്തിന് അളവറ്റ സുഖശാന്തി, ആനന്ദം അനുഭവപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വെളിച്ചം കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. രാജാവ് ആഗ്രഹിച്ചു, ഞാൻ കണ്ട ആ ജ്യോതിയെ, ആ ജ്യോതിയിൽ നിന്ന് എനിക്ക് കിട്ടിയ സുഖം എനിക്ക് എപ്പോഴും കിട്ടണം, എന്താ ചെയ്യുക? അപ്പോൾ കൊട്ടാരത്തിലെല്ലാവരോടും ഷെയർ ചെയ്തു, എനിക്ക് ആ പ്രകാശത്തെ എപ്പോഴും കാണണം, എനിക്ക് ആ അനുഭവം എപ്പോഴും ഉണ്ടാവണം. അപ്പം അതിൽ ബുദ്ധിമാനായ ഒരാൾ വജ്രം കൊണ്ട് രാജാവ് വർണ്ണിച്ചത് ആ ജ്യോതിയെ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ജ്യോതിയെ ഞാൻ ദർശിച്ചത് ഓവൽ ഷേപ്പിലാണ്, ആ പ്രകാശത്തിൻ്റെ രൂപം ദീപനാളം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓവൽ ഷേപ്പിൽ വജ്രം കൊണ്ടൊരു രൂപം ഉണ്ടാക്കി രാജാവിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. വജ്രത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ, അതിൽ നിന്ന് എപ്പോഴും വെളിച്ചം വരും. അപ്പോൾ ആ വെളിച്ചം കണ്ടപ്പോൾ രാജാവിന് സന്തോഷമായി. ഞാൻ കണ്ടതും ദർശിച്ചതും ആ പ്രകാശത്തെയാണ്. ആ പ്രകാശത്തെ ഓർമ്മിക്കാൻ എനിക്ക് ഈ രൂപം എന്നെ സഹായിക്കും. അങ്ങനെ രാജാവിന് എപ്പോൾ ഏകാന്തതയിലിരിക്കണമോ ആ രൂപത്തിന് മുന്നിൽ, അതിന് അദ്ദേഹം ഇട്ട പേരാണ് ശിവ ജ്യോതിർലിംഗം. ശിവാർത്ഥം മംഗളകാരി, ജ്യോതിയർത്ഥം പ്രകാശം, ലിംഗമർത്ഥം അടയാളം. അപ്പം എന്താ അർത്ഥം? മംഗളകാരിയുടെ പ്രതീകം, മംഗളകാരിയുടെ പ്രതീകം എന്നുള്ള അർത്ഥത്തിലാണ് ശിവ ജ്യോതിർലിംഗം. ആ പ്രതീകം പ്രകാശമാണ്. ഈശ്വരൻ ജ്യോതി സ്വരൂപനാണ്, ഭഗവാൻ ശിവൻ പ്രകാശസ്വരൂപിയാണ്. ആ അർത്ഥത്തിൽ ശിവജ്യോതിർലിംഗം എന്ന് വിളിക്കാൻ തുടങ്ങി. എന്നിട്ടത് സൂക്ഷിക്കാൻ ഒരു പീഠം തയ്യാറാക്കി ജ്യോതിർലിംഗം വയ്ക്കാൻ. എന്നിട്ട് ജ്യോതിർലിംഗം സൂക്ഷിക്കാൻ വേണ്ടി മനോഹര മണിമന്ദിരം പണിതു. അതാണ് ആദ്യത്തെ ക്ഷേത്രമായി മാറിയത്. പിന്നീട് അതിന് മുന്നിലിരുന്ന് ധ്യാനം, പ്രാർത്ഥന, പിന്നെ ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ആരതിയും അഭിഷേകങ്ങളും എല്ലാം പതുക്കെ മനുഷ്യൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഏകദൈവാരാധന, ശിവക്ഷേത്രങ്ങൾ, പിന്നീട് വീടുകളിൽ ശിവലിംഗം വയ്ക്കാനും പൂജിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും ഇല്ലാത്തത് കാരണം ഭഗവാനെ ഓർമ്മിക്കാൻ, ജ്യോതി സ്വരൂപനെ ഓർമ്മിക്കാൻ എല്ലാവരോടും എന്ത് പറഞ്ഞു? വീടുകളിൽ ജ്യോതി തെളിയിക്കൂ, ദീപം കത്തിക്കൂ. അതിനാണ് രാവിലെയും വൈകിട്ടും ഒക്കെ വീടുകളിൽ എന്ത് ചെയ്യണം? വിളക്ക് തെളിയിക്കണം. ഇപ്പം നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുക, എന്തിനാ വിളക്ക് വെക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവരും വെച്ചു, അച്ഛൻ വെച്ചു, മുത്തശ്ശൻ വെച്ചു, നമ്മളും വെക്കണം. പക്ഷെ അവർ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞാൽ അവരും അത് ശരിയായി മനസ്സിലാക്കിയിട്ട് ചെയ്യും. പക്ഷെ മനസ്സിലാകാത്തിടത്തോളം കാലം അവരുടെ ഉള്ളിൽ സംശയങ്ങൾ കൂടിക്കൂടി. അപ്പം സംശയം കൂടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ധിക്കരിക്കാനും തോന്നും. അറിയാത്തത് കാണുമ്പോൾ പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ തെറ്റായി കിടക്കുമ്പോൾ അതിനെ ചെയ്യാൻ അവർക്ക് തോന്നില്ല. ശരിയായി മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യാനും ചിലർക്ക് മടിയുണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു അവയർനെസ്, ഒന്ന് ദേഹമാണ് വിളക്ക്, അതിൽ തെളിയുന്ന ദീപം ആത്മാവാണ്. രണ്ടാമത്തത് പരമദീപം, ഈശ്വരൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ദീപാരാധന എന്നല്ലേ പറയണം. ദീപത്തെ ആരാധിക്കുക. സന്ധ്യാസമയത്ത് നമ്മളോട് പറയും ഇത് ദീപാരാധന സമയമാണ്. അപ്പം എന്തിനാ ദീപാരാധന ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യണം. ദീപത്തെ ആരാധിക്കുകയാണ്. ഈ ദീപം ആ ദീപത്തെ ആരാധിക്കുകയാണ്. ആത്മദീപത്തിന് പരമാത്മാവിനെ ആരാധിക്കണം. എൻ്റെ ആരാധനാമൂർത്തിയാണത്. ഞാൻ ഭക്തനാണ്. എൻ്റെ ഭഗവാൻ അല്ലേ ദീപമാണ്, ജ്യോതിയാണ്. ആത്മാവിന് ബന്ധം പരമാത്മാവുമായിട്ടാണ്. അപ്പം അങ്ങനെയുള്ള പരമജ്യോതി സ്വരൂപനായ പരമാത്മാവിൻ്റെ മക്കളാണ് നമ്മളെന്ന ഓർമ്മിപ്പിക്കാൻ പൂർവികര് അല്ലേ ശിവക്ഷേത്രം, പിന്നീട് വീടുകളിൽ ദീപം തെളിയിക്കാൻ പഠിപ്പിച്ചു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദീപത്തെ ആരാധിക്കുന്നവരാണ് മുഴുവൻ വിശ്വവും, മുഴുവൻ ലോകം ആരാധിക്കുന്നുണ്ട്.